അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മക്കയിൽ നടന്ന ഒരു വേർപാടിൻ്റെ കഥ, വേദനാജനകമായ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിൽ വിളയിൽ പറപ്പൂർ ചെറിയാപ്പറമ്പ് സ്വദേശി ജുമാൻ എന്ന 24 വയസ്സുകാരൻ മക്കയിൽ ഒരു ബ്രോസ്റ്റ് കടയിൽ ജോലി ചെയ്യുന്നു. വിശുദ്ധ റമദാനിൻ്റെ ഉംറ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജുമാൻ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ നമുക്കിന്ന് ഉംറക്ക് പോയാലോ? തിരക്കുള്ള ജോലിക്കിടയിൽ കൂട്ടുകാരൻ പറഞ്ഞു, ഇന്നെനിക്ക് പറ്റില്ല, നമുക്ക് നാളെ ആയാലോ? ഉടനെ ജുമാൻ പറഞ്ഞു, ഒരു പക്ഷേ എനിക്കിന് അവസരം കിട്ടിയില്ലെങ്കിലോ, നാളത്തേക്ക് വെക്കുന്നില്ല, ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണ്. അദ്ദേഹം ഉംറക്ക് പോയി. ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നേരിയ പനി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ നേരിയ പനി പിറ്റേന്ന് കൂടുതൽ ക്ഷീണമാവുകയും മൂന്നാമത്തെ ദിവസം അത് ശ്വാസതടസ്സത്തിലേക്ക് നീങ്ങുകയും അദ്ദേഹം അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത്, മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു റിയാലിൻ്റെ ഉപ്പ് പാക്കറ്റിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ഡേറ്റും അതുപോലെ എക്സ്പയർ ഡേറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കാവുന്ന അല്ലെങ്കിൽ അതിലപ്പുറമുള്ള ഒരു മനുഷ്യ ശരീരത്തിന് അതിൻ്റെ എക്സ്പയർ ഡേറ്റ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ഏത് സമയം എപ്പോഴും എവിടെ വെച്ചും എപ്പോഴുമാകാം. അള്ളാഹു ആ കാര്യം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. മറഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യമാണത്. ഏത് സമയത്തുമാകാം. മരണം ധരിക്കുന്ന ചെരിപ്പിൻ്റെ വാറുപോലെ കൂടെയുണ്ട്. വൽമൗത്തു അദ്നാമിൻ ഷിറാക്കി നഅലിഹി എന്ന കവിതാശകലം അതിലേക്ക് സൂചിപ്പിക്കുന്നു. സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യില്ല എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വാക്യവും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. തീർച്ചയായും ജുമാൻ ഭാഗ്യവാനാണ്. വിശുദ്ധ റമദാനിലൊരു ഉംറ അത് ഹജ്ജിന് ഫലം ചെയ്യുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിശുദ്ധമായ ഒരു ഹജ്ജിൻ്റെ പരിപൂർണമായ മബ്രൂറുമായ ഒരു ഹജ്ജിൻ്റെ ഫലമെന്ന് പറയുന്നത് കയോമിൻ ഉലിദ ഉമ്മുഹു, ഉമ്മ പെറ്റ മകനെപ്പോലെ തിരിച്ചു വരുന്ന ഒരവസ്ഥയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ജുമാൻ ഭാഗ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും വളരെയേറെ സങ്കടവും പ്രയാസവും ഉണ്ടെങ്കിലും ജുമാൻ അവൻ്റെ ആഖിറത്തിൻ്റെ വിഷയത്തിൽ വിജയിച്ചിരിക്കുകയാണ്. തീർച്ചയായും അവൻ ഉംറ കഴിഞ്ഞ് പാപങ്ങളെല്ലാം കളഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ക്ഷമാപണം നടത്തി തൗബയോടുകൂടി അദ്ദേഹം റൂമിലേക്ക് തിരിച്ചെത്തി. പനിയും ക്ഷീണവും പിന്നീട് മരണവും. അതിനിടയ്ക്ക് ഒരു തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാതെ പരിപൂർണമായ റാഹത്തോടുകൂടി നിറഞ്ഞ ഈമാനോടുകൂടി അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. മറ്റൊരു സത്യം കൂടി, അദ്ദേഹം അസുഖബാധിതനാകുന്നത് വിശുദ്ധ ഹറമിൽ വെച്ചാണ്. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നത് മണിക്കൂറുകളാണെങ്കിലും അത് ഹറമിൻ്റെ ഉള്ളിലാണ്. ഇനി അദ്ദേഹത്തിന് ഖിയാമത്ത് നാൾ വരെയുള്ള അന്ത്യനിദ്രയും വിശുദ്ധ ഹറമിൻ്റെ അകത്തളത്താണ്, ഹറമിൻ്റെ മണ്ണിലാണ്. തീർച്ചയായും വിശുദ്ധ ഉംറ ഹജ്ജ് നിർവഹണത്തിനെത്തുന്ന ലക്ഷോപലക്ഷം ആളുകൾ അവരുടെ ഖബറിടം, അവൻ്റെ അടക്കമുള്ള മറ്റെല്ലാവരുടെയും ഖബറിടം ജന്നത്തുൽ മാലായും മക്കബറത്ത് ഷുഹദ ഷറായയും ഒക്കെ സിയാറത്ത് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വലിയ സൗഭാഗ്യം നേടുന്ന ഭാഗ്യവാൻ കൂടിയായിരിക്കുകയാണ് ജുമാൻ. തീർച്ചയായും എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു മെസ്സേജായിട്ട് നൽകാനുള്ളത്, ഹറമിൽ വൻ തിരക്കാണ്. ലക്ഷോപലക്ഷം ആളുകളുടെ ഉംറ ഇബാദത്തുകളുടെ കേന്ദ്രമാണ് ഇപ്പോൾ ഹറം. വിശുദ്ധമായ റമദാനിൽ പ്രത്യേകിച്ചും വരുന്നവരൊക്കെ ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് മാസ്ക് പോലെയുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മുൻകരുതലായി ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അറിയുന്നവരും പറ്റുന്നവരുമൊക്കെ ജുമാന് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുകയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. വിശുദ്ധമായ റമദാൻ നരക മോചനം നൽകി അത്തിക്ക് ചെല്ലുന്ന ഒരു കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഈ വിശുദ്ധമായ റമദാൻ നമുക്കെല്ലാവർക്കും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന തരത്തിൽ അള്ളാഹു ആക്കിത്തരട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.